നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഉച്ചയൂണിനുള്ള കാര്യവട്ടത്തിലാണ്. ചീരത്തോരൻ, പിന്നെ ചിക്കൻ കറി ഒക്കെ. ഇന്ന് വെള്ളിയാഴ്ച ഒന്നും അല്ലാത്തതുകൊണ്ട് ഇന്ന് ചിക്കൻ മേടിച്ച് ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ കറി അടുപ്പിച്ചിരിക്കുന്നു, ചീരത്തോരനും ചോറും വെച്ച്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നേരെ വീഡിയോയിലോട്ട് പോകും. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ച ചീരയാണ്. കടയിൽ നിന്നല്ല, ഇവിടുത്തെ ആളുകൾ കൊണ്ടുവന്ന് വിൽക്കുന്നിടത്തുനിന്ന് 15 രൂപ കൊടുത്തപ്പോൾ മേടിച്ച ഒരു പിടി ചീര, പച്ചച്ചീര. പിന്നെ ചീര വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ഞങ്ങൾ ഉപയോഗിക്കത്തില്ല, വെജിറ്റേറിയൻ മാത്രം. പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും നടക്കുന്ന കാര്യമാണ് നോൺ വെജ് മേടിക്കൽ. വ്രതവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നോൺ വെജ് കഴിക്കും. കുത്തരിച്ചോറ്, ചിക്കൻ കറി, നല്ല വെയിലാണ് ഇവിടെ. ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലാണ്. അപ്പം രാവിലെ അങ്ങ് തുടങ്ങിയ 10 മണി തൊട്ട് ഒരു 5-5:30 വരെ ചൂടിങ്ങനെ നിൽക്കും. 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് കുറയും. പിന്നെ എന്താ, നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള സമാധാനവും ശാന്തതയൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മനസ്സൊന്ന് സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആരും ശല്യം ചെയ്യല്ലേ. ഇനി ഒരു സമാധാനമായിട്ട് ഞങ്ങൾ ശല്യം ചെയ്യരുത് ആരും. ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സമാധാനം നല്ല വെയിൽ. അതൊക്കെ കണ്ടില്ല, ഒരുപാട് അനുഭവിച്ചു. ഇനി വയ്യ. വെയിൽ തുടങ്ങി പിന്നെ ഇത് പോരാത്തതിന് ആസ്പെറ്റോസും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അപ്പം ഇനി എന്താ പറയുക, ചോറായി, കറിയായി. ഇനി ചീരത്തോരനും കൂടെ വെച്ചിട്ട് കഴിക്കണം. മണി ഉച്ചയാകാൻ പോണു. ഉച്ചയായി, 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചീരത്തോരൻ വെക്കാം. ഓക്കെ. വെളുത്തുള്ളി ഇട്ടില്ല. കത്തി കൊടുത്തേ. ഉപ്പിട്ടില്ലല്ലോ കണ്ടോ. ചീരത്തോരൻ, നാടൻ ചീര, കൃഷിയിടത്തിൽ നിന്ന് ഇപ്പം പറിച്ചു കൊണ്ടുവന്ന ചീര, നല്ല ഫ്രഷ് ചീര. ചീരയും കുത്തരിച്ചോറും ചിക്കൻ കറി ഇന്നത്തെ സ്പെഷ്യൽ. അതിഞ്ഞിട്ട് ഉപ്പിടാം. ഉപ്പ് കൂടിപ്പോ എന്ത്
കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ വിചാരിക്കും ഒരുപാട് ചീര ഉണ്ടെന്ന്. കണ്ട വാടി വരുമ്പോൾ ഇത്തിരി 2 പേർക്ക് അല്ലേ ഒരു കെട്ട് കറക്റ്റാ. നല്ല ഫ്രഷ് ജൈവവളത്തിലുണ്ടായ ആട്ടുംകാട്ടത്തിൽ പിടിച്ച ചീരയാണ്. ആട്ടുംകാട്ടം മിക്സ് ചീര. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കട്ടെ. ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത്. ഫ്രഷ് ഉപ്പെടുത്ത്. ഉപ്പും ഇത്ര മതിയോ? ഇട്ടോ അത് മതിയോ? ആ മതിയോ? പോരെ? ആ ശരി. ഇത് ലെമൺ ജ്യൂസ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മുടെ കൂജയില നല്ല തണുത്ത വെള്ളത്തിൽ എല്ലാം ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. കൂജയില നല്ല തണുത്ത വെള്ളമാണ്. ഞങ്ങളുടെ മുല്ലപ്പൂ ഇത് വൈകിട്ട് നമുക്ക് സമർപ്പിക്കാനുള്ള മുല്ലയാണത്. അതിന് പിരിഞ്ഞു വരും. പൂച്ചയുടെ മൂടി എവിടെ ഇരിപ്പുണ്ട്, മറന്നുപോയി എവിടെയാണ് വെച്ചേക്കുന്നത്, നോക്കിയെടുക്കണേ. ചെറിയൊരു അടുക്കള. ഇതിന് കണ്ണിത്തിരി ഉപ്പ് തിന്ന് നോക്കി. നല്ല ഫ്രഷ് അല്ല ചീരത്തോരൻ. തേങ്ങ ഇല്ല ഞങ്ങൾക്ക്. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ അല്ലേ? തേങ്ങ ഇടണം. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ കിട്ടി ചുറ്റി പിടിക്കുമ്പോ കുറച്ചുകൂടെ പറ്റണം. കണ്ണ ഇത് ചൂട് പറ്റണം. ഇവിടുത്തെ കറി പോലെ ചിക്കൻ കറി സ്പെഷ്യൽ. സ്പെഷ്യൽ പോരെ? വേഗത്തെ നല്ലോണം എന്തായാലും അതിൻ്റെ ഒരു ആ ഒരു രുചി വരും. കൊള്ളാം. കയ്പ അങ്ങനല്ല, കയ്പ എന്ത് കയ്പല്ല, അത് മാനം വേകുമ്പോ പ്രോട്ടീൻസ് ആണ് ഇതെല്ലാം. പ്രോട്ടീൻസ് നല്ലോണം പാടട്ടെ. ചക്കു വിചാരിച്ച് ഒരുപാടുണ്ട്. ഇപ്പൊ കണ്ട കുറച്ചുള്ള ചിക്കൻ കറി നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നത്. ചിക്കൻ സ്പെഷ്യൽ. നല്ലോണം എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ചെമ്പരത്തിയുടെ വെള്ളം തിളപ്പിച്ചും ശംഖുപുഷ്പത്തിൻ്റെയും ഇങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ഇടയ്ക്ക് എന്ത് ചെയ്യും, കുടിക്കും. കണ്ണൻ ഇവിടെ ഉണ്ടെങ്കിൽ നാരങ്ങ വെള്ളം എന്ത് ചെയ്യും, പോയി മേടിച്ചുകൊണ്ട് വരണ്ട. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു സ്പ്രൈറ്റും വാങ്ങിച്ചിട്ട് നാരങ്ങയും പിഴിഞ്ഞു കൊടുക്കും. അങ്ങനെ കുടിക്കുമ്പോൾ നല്ലൊരു എനർജിയും. ഇത് വെറും നാരങ്ങ ആദ്യം കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാക്കിയുള്ള ഒരു മുറി കൊണ്ട് നാരങ്ങ വെള്ളമൊക്കെ. സൂപ്പർ. കാറ്റുണ്ട് നല്ല അല്ലേ, നല്ല ഫ്രഷ്. വിശക്കുന്നുണ്ട്. ചോറൊക്കെ ആയി. ചോറ് കഴിക്കണം. കുറച്ച് നേരം ഇരുന്നിട്ട് കറി ഒന്ന് ഇരുന്ന് സെറ്റായിട്ട് വേണം ചോറ് കഴിക്കാൻ. ഒന്നും കൂടി ഇരുന്നൊന്ന് പറ്റട്ടെ. അതെ, ചോറ് കഴിക്കണം. നല്ല വിശക്കുന്നുണ്ട് എനിക്ക്. ചക്ക് ടയേർഡായി വിശന്നിട്ട്. ഇവിടെ ഇരിക്കുന്നതിനുള്ളിൽ ഒട്ടും ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കാറ്റുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാറ്റ് നല്ല വീശും. അപ്പോൾ പകൽ ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുക. ഇവിടെ ഇരുന്ന നേരം കളയുന്ന. നമ്മളൊരു 8-9 മാസം മുന്നേ നമ്മൾ അനുഭവിച്ചത് എങ്ങനെയായിരുന്നു? ഒരുപാട് അവസ്ഥ കൂടെ പോയി. തമിഴ്നാട് കറങ്ങാത്ത സ്ഥലങ്ങളില്ല അല്ലേ? എന്തോ ഒരു വലിയ ഹൈവേ, കല്ല്, അമ്പലങ്ങൾ, നെഞ്ചിനകത്തിരുന്ന ഒരു കല്ല് എന്ത് ചെയ്തു,
മാറിപ്പോയ പോലത്തെ ഒരു ഫീലിങ്സ്. ഇപ്പോഴാണ് ഞാനൊന്ന് സ്വസ്ഥമായത്. അതെ. ഇപ്പം എനിക്ക് സ്വസ്ഥതയായിട്ടിരിക്കുകയാണ്. ഇനി ഒരു വേറെ ഒന്നുമില്ല. ഇനി വേറെ കുറച്ച് കാര്യമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഞങ്ങളുടേതായ ലൈഫിലേക്ക് പോകണം. അതിൻ്റെതായ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ സമാധാനം, വാടക കൊടുത്താലും സമാധാനമായിട്ടിരിക്കും. അതെ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.